നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള ശാസ്തമംഗലം വാർഡിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് കെട്ടിടത്തെ ചൊല്ലി വട്ടിയൂർക്കാവ് എംഎൽഎ VK പ്രശാന്തും വാർഡ് കൗൺസിലർ R ശ്രീലേഖയും തമ്മിലുള്ള തർക്കം അതീവ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ വഴിമാറിയിരിക്കുകയാണ്. എംഎൽഎയുടെ ഓഫീസിന് തൊട്ടുമുകളിലായിട്ട് കൗൺസിലറുടെ നെയിം ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ശ്രീലേഖ നടത്തിയ നീക്കം കേവലം ഒരു അധികാര തർക്കത്തിനപ്പുറം വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനമായി മാറിയിരിക്കുകയാണ്. ഇത്രയും നാൾ നിലനിന്ന വിവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും കൃത്യമായ മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് എംഎൽഎയുടെ ബോർഡിനേക്കാൾ ഒരുപടി മുകളിൽ തൻ്റെ ഔദ്യോഗിക ബോർഡ് സ്ഥാപിച്ച് കൗൺസിലർ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. ഈ നടപടി ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഓഫീസ് കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശത്തെയും മുറികൾ കൈവശം വെക്കുന്നതിനെയും ചൊല്ലിയുള്ള തർക്കം അതിപ്പോൾ നിലനിൽക്കെ തന്നെയാണ് നിയമ നടപടികളും ഇപ്പോൾ സജീവമായിരിക്കുന്നത്. കൗൺസിലർ എംഎൽഎയുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറി എന്നാരോപിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി ലഭിക്കുകയും അത് ഉടനടി അന്വേഷണത്തിനായിട്ട് DGPക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരം നീക്കങ്ങളെ തികഞ്ഞ പരിഹാസത്തോടെയാണ് കൗൺസിലർ നേരിടുന്നത്. തനിക്കെതിരെയുള്ള പരാതികൾ വെറും ഓലപ്പാമ്പുകൾ മാത്രമാണെന്നും ഒരു കൗൺസിലർക്ക് തൻ്റെ വാർഡിലെ നഗരസഭാ കെട്ടിടത്തിൽ പ്രവേശിക്കാൻ ആരുടെയും അനുമതി ആവശ്യമില്ലെന്നും അവർ വാദിക്കുന്നു. രാഷ്ട്രീയ പ്രേരിതമായ ഇത്തരം പരാതികൾ നിയമത്തിന് മുന്നിൽ നിലനിൽക്കില്ലെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ശ്രീലേഖയുടെ വീഡിയോകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. നഗരസഭാ കെട്ടിടത്തിലെ മുറികളുടെ വിനിയോഗത്തെക്കുറിച്ച് ഗൗരവകരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് ഈ വിവാദത്തിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻ കൗൺസിലർമാർ ഉപയോഗിച്ചിരുന്നതും കോർപ്പറേഷൻ അംഗീകരിച്ച് നൽകിയതുമായിട്ടുള്ള മുറി എങ്ങനെയാണ് അതിക്രമമായിട്ട് മാറുന്നതെന്ന് ശ്രീലേഖ ചോദിക്കുന്നു. 100 സ്ക്വയർ ഫീറ്റ് മുറി അനുവദിച്ചിടത്ത് അതിൻ്റെ 3 ഇരട്ടി സ്ഥലം MLA കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും കൗൺസിലർക്ക് പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുള്ളത് കേവലം 70 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള പരിമിതമായിട്ടുള്ള സൗകര്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. താൻ ചുമതലയേറ്റ ആദ്യ നാളുകളിൽ ഓഫീസിന് ചുറ്റും ടൺ കണക്കിന് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരുന്നതായിട്ടും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നു കാട്ടിയപ്പോൾ മാത്രമാണ് അധികൃതർ വേണ്ട നടപടിയെടുത്തതെന്നും അവർ ആരോപിക്കുന്നു. ഇത് നഗരസഭയുടെ ഭരണപരമായ അനാസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. സാമ്പത്തിക ക്രമക്കേടുകളും ചട്ടലംഘനങ്ങളും ഈ തർക്കത്തിൻ്റെ മറ്റൊരു പ്രധാന വശമാണ്. MLA എന്ന നിലയിൽ പ്രതിമാസം വലിയ തുകകൾ അലവൻസായിട്ട് കൈപ്പറ്റുമ്പോഴും നഗരസഭയ്ക്ക് നൽകേണ്ട തുച്ഛമായ വാടകയായ 872 രൂപ പോലും ഒരു വർഷമായി കുടിശ്ശിക വരുത്തിയിരിക്കുകയാണെന്ന് കൗൺസിലർ ഇവിടെ വെളിപ്പെടുത്തുന്നു. നിയമസഭാ മന്ദിരത്തിൽ ഓഫീസ് സൗകര്യം ലഭ്യമായിരിക്കെ നഗരസഭാ കെട്ടിടത്തിൽ തന്നെ ഓഫീസ് തുടരുന്നതിലെ ഔചിത്യവും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ബിന്ദു ശ്രീകുമാർ കൗൺസിലറായിരുന്ന കാലത്ത് കൈമാറി കിട്ടിയ മുറി MLA ആയ ശേഷവും വിട്ടു നൽകാതെ കൈവശം വെച്ചിരിക്കുന്നത് അധികാര ദുർവിനിയോഗമാണെന്ന ആക്ഷേപം BJP നേതൃത്വവും ഇപ്പോൾ ശക്തമായി ഉയർത്തുന്നുണ്ട്. നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകാതെ മാറില്ലെന്ന MLAയുടെ നിലപാട് ഈ തർക്കത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 4.5 പതിറ്റാണ്ട് കാലത്തെ CPM ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് BJP അധികാരം പിടിച്ചെടുത്തതിനെ തുടർന്നുള്ള അസ്വാരസ്യങ്ങളാണ് ഇപ്പോൾ പ്രകടമാകുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നു. മുൻകാലങ്ങളിൽ പാർട്ടിയുടെ താൽപര്യപ്രകാരം നഗരസഭ കെട്ടിടങ്ങളും നിയമനങ്ങളും കൈകാര്യം ചെയ്തിരുന്ന രീതികൾക്ക് മാറ്റം വന്നതിലുള്ള അമർഷമാണ് ഭരണപക്ഷ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. MLA എന്ന പദവി കൗൺസിലർക്ക് മുകളിലാണെന്ന VK പ്രശാന്തിൻ്റെ നിലപാടിനെ അഹങ്കാരമായിട്ടാണ് BJP നേതാക്കൾ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ജനങ്ങളുമായി നേരിട്ടിടപെടുന്ന കൗൺസിലർക്ക് പ്രാദേശിക ഭരണകൂടത്തിൽ കൃത്യമായ സ്ഥാനമുണ്ടെന്നും അത്തരമൊരു പദവിയെ തരംതാഴ്ത്തി കാണിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ഇവർ വാദിക്കുന്നു. നിലവിലെ ഈ പ്രശ്നത്തിൽ പോലീസ് നിയമോപദേശം തേടേണ്ട സാഹചര്യമാണുള്ളത്. ഒരു കൗൺസിലർക്കെതിരെ നഗരസഭാ കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറിയെന്ന പേരിൽ കേസെടുക്കുന്നത് ഭാവിയിൽ പോലീസിന് തന്നെ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായിട്ട് എടുക്കുന്ന കേസുകളിൽ കോടതിയിൽ നിന്ന് മുൻപും ശകാരം കേട്ടിട്ടുള്ള പോലീസ് അതീവ ജാഗ്രതയോടെയാണ് ഈ വിഷയത്തെ ഇപ്പോൾ സമീപിക്കുന്നത്. ശരിയായ വസ്തുതകൾ പരിശോധിക്കാതെ നൽകിയ പരാതികൾക്ക് മൈലേജ് നൽകുന്നത് കൗൺസിലർക്ക് കൂടുതൽ ജനശ്രദ്ധ ലഭിക്കാനായിട്ട് കാരണമാകുമെന്നും ഇവിടെ വിലയിരുത്തപ്പെടുന്നു. ഒരു കൗൺസിലർ ചുമതലയേറ്റ് ഇത്രയധികം രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സംഭവം കേരള ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ഏതായാലും ഈ തർക്കം അത് വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ സമരങ്ങൾക്കും വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്.